ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്, ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. സോ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ കാൽക്കുലേഷൻ പാർട്ടുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാൽക്കുലേഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ വന്നാൽ എങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഫോർമുല ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഒരു സെപ്പറേറ്റ് ഒരു ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുക, നിങ്ങളത് നോക്കുക കേട്ടോ. എന്നിട്ട് വേണം ഈ ക്ലാസ്സിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ സിമ്പിൾ ക്ലാസ് ആണ്, പെട്ടെന്ന് തീരും കേട്ടോ. സോ ബേസിക്കലി നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രാക്ടീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഓരോ ആൾക്കാർക്കും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രിപ്പറേഷൻ്റെ സ്ട്രെങ്ത്തുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടി വരും അല്ലേ. സോ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തോ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അഡിഷൻ ഓർ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. അതായത് നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ഏതാണോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ അത് ആഡ് ചെയ്ത് സ്ട്രെങ്ത് കൂട്ടുന്നു. ഓക്കെ, ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് അഡ്മിക്സ്ചർ വിത്ത് ഹയർ സ്ട്രെങ്ത് പ്രിപ്പറേഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 5% ഒരു മരുന്നിരിപ്പുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എനിക്കതിലേക്ക് ഒരു 3% കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ കയ്യിലൊരു 10% മരുന്ന് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അത് എത്ര ശതമാനം 10% അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 9% കിട്ടുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഹയർ സ്ട്രെങ്ത് നമ്മൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, ഹയർ കോൺസെൻട്രേഷനിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കും. ഒരു ഗ്ലാസ്സിൽ ഒരു 40% ഷുഗർ മതിയെങ്കിൽ ആ ഷുഗർ കോൺസെൻട്രേഷൻ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന പരിപാടിയാണ് അഡ്മിക്സ്ചർ വിത്ത് ഹയർ സ്ട്രെങ്ത് പ്രിപ്പറേഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഇവാപ്പറേഷൻ ഓഫ് വെഹിക്കിളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് പായസമൊക്കെ നമ്മൾ കുറുക്കി എടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ തുറന്നു വെച്ചിട്ട് നല്ല ചൂട് കൊടുക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്റ് ആവുകയും അങ്ങനെ അതിൽ കണ്ടന്റ് കുറഞ്ഞ് കുറുകി വരികയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവാപ്പറേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ ലിക്വിഡിനെ പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് ഇവാപ്പറേഷൻ ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും രീതിയിലാണ് നമ്മൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിക്രീസിങ് സ്ട്രെങ്ത്, നമുക്ക് ഡിക്രീസിങ് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ ഡിക്രീസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് അഡിഷൻ ഓഫ് ഡൈലുവെന്റ്. നമുക്ക് ഡൈലുവെന്റ് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫിക്കസി, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇത് നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണ് അല്ലേ. പുട്ടിലുണ്ടാക്കുന്ന മാവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുക. അതിൽ ചേർക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ അതിൽ നമ്മൾ ചേർക്കുന്ന തേങ്ങയൊക്കെ നമ്മൾ പുട്ടിൻ്റെ ഒരു മെയിൻ കൺസിഡറായിട്ട് നമ്മൾ വെക്കാറില്ല അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗുളിക ഉണ്ടാക്കുമ്പോൾ ഗുളികയുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഏജൻറ്റും അതിൻ്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഗുളികേൻ്റെ ഭംഗി കിട്ടാൻ വേണ്ടി, വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട്, മണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചേർക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ഡൈലുവൻസിൻ്റെ കേസിൽ പറയുന്നത് ഇനേർട്ട് സബ്സ്റ്റൻസ്. സോ എന്താ ഡൈലുവൻസ് നിങ്ങൾ നല്ല കാര്യമായിട്ട് പഠിക്കും, പക്ഷേ ഇപ്പം ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഡൈലുവൻസ് ചേർക്കുക. ഇനി അഡ്മിക്സ്ചർ വിത്ത് ലോവർ സ്ട്രെങ്ത് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞു, ഹയർ സ്ട്രെങ്ത്തിലുള്ള മിക്സ് ചെയ്യുന്നു പറഞ്ഞ പോലെ ലോവർ സ്ട്രെങ്ത്തിൽ മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ ഉപ്പ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കും അല്ലേ. അപ്പോൾ ഉപ്പ് എന്ത് ചെയ്യും, ബാലൻസ് ആവുന്നു. അതുപോലെ നമ്മൾ ലോവർ സ്ട്രെങ്ത് പ്രിപ്പറേഷൻ മിക്സ് ചെയ്യുന്നു. ഇനി വരുന്ന സ്പെഷ്യൽ കൺസിഡറേഷൻസ് ആണ്. ഈ രണ്ടുമല്ലാതെ വരുന്ന കുറച്ച് സ്പെഷ്യൽ കൺസിഡറേഷൻസ് പറയാം. പേഷ്യൻ്റ് സ്പെസിഫിക് നീഡ്, അതായത് ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി കോമ്പാക്റ്റബിലിറ്റി ആണ്. അതായത് എൻഷുറിങ് കോമ്പാക്റ്റബിലിറ്റി ഓഫ് ഡൈല്യൂട്ട് വിത്ത് ഒറിജിനൽ ഫോർമുലേഷൻ. അതായത് ഒറിജിനൽ ഫോർമുലേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡൈല്യൂവൻസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒറിജിനൽ ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ അത് എങ്ങനെ തന്നെയാണോ ഉള്ളത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈലുവൻസും ഒക്കെ ആഡ് ചെയ്ത് തന്നെ കോമ്പാക്റ്റബിലിറ്റി അത് സ്റ്റേബിൾ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് കോമ്പൗണ്ടിങ് റിക്വയർമെൻറ്റ്സ്, ഡൈല്യൂട്ടിങ് ഓർ ഫോർട്ടിഫൈങ് പ്രിപ്പറേഷൻ ആസ് നീഡ് ഫോർ കോമ്പൗണ്ടിങ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്ന പരിപാടിയാണ് കോമ്പൗണ്ടിങ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. സോ ഇത്രയും രീതിയിലാണ് നമ്മൾ ബേസിക്കലി കാൽക്കുലേഷൻ മെത്തേഡ്സുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കാൽക്കുലേഷൻ മെത്തേഡ്സ് നോക്കാം. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ പറയും, റിലേറ്റിംഗ് സ്ട്രെങ്ത് ടു ക്വാളിറ്റി ഇൻവേഴ്സ്ലി. സോ നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ കാൽക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞത്, റിലേറ്റിംഗ് സ്ട്രെങ്ത് ടു ക്വാളിറ്റി ഇൻവേഴ്സ്ലി. സോ ഫോർമുല ഉണ്ട്
Q1 into C1 is equal to Q2 into C2 ആണ് ഫോർമുല വരിക കേട്ടോ. സോ ഡയറക്റ്റ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ഉണ്ട്. ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നീഡ് ടു ഡിസൈർ സ്ട്രെങ്ത്. അതായത് നമുക്ക് എത്രയാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത്, ഒരു സാധനം ഉണ്ടാക്കേണ്ടത്, അതിന് ആവശ്യമായ ക്വാണ്ടിറ്റി എത്ര വേണമെന്നറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് ഡയറക്റ്റ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് എത്രയാണ് ഡൈലുവൻസ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ നമ്മൾ മിക്സ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഡയറക്റ്റ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നുള്ളത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ് ഞാൻ പറഞ്ഞത്. So next one is alligation method. So എന്താ alligation method? An arithmetic approach for mixing solution or solids of different strength. So ഈ alligation method ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സൊല്യൂഷൻസോ അല്ലെങ്കിൽ സോളിഡ്സോ ഡിഫറെൻറ്റ് സ്ട്രെങ്ത്തിൽ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് അലിഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ അലിഗേഷൻ മെഡിയിലുണ്ട് കാൽക്കുലേറ്റിംഗ് ദ വെയ്ഡ് ആവറേജ് പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഓഫ് മിക്സ്ചർ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? കാൽക്കുലേറ്റിംഗ് ദ വെയ്റ്റഡ് ആവറേജ് പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഓഫ് മിക്സ്ചേഴ്സ് ആണ് യൂസ്ഫുൾ ഫോർ ഡിറ്റർമൈനിങ് ഡൈലുവൻറ്റ് എമൗണ്ട്. ഒന്നെങ്കിൽ ഡൈലുവൻറ്റ് എമൗണ്ട് അറിയാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് അഡിഷൻ അറിയാൻ വേണ്ടിയോ നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. സോ ഇത് കുറച്ച് കൺഫ്യൂഷൻ വരും, ആ പോയിന്റ്സ് ഒക്കെ അതുപോലെ അങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പ്രൊസീജിയർ ഉണ്ട്, നമ്മൾ അലിഗേഷൻ മെത്തേഡ് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കൺസ്ട്രക്റ്റ് മെട്രിക്സ്. ലേ ഔട്ട് ദ പ്രോബ്ലം വിത്ത് ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൺസ്ട്രക്റ്റ് മെട്രിക്സിൽ കൂടുതലും പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് സബ്ട്രാക്റ്റ് ഡയഗണൽസ് ആണ്. പെർഫോം ഡയഗണൽ സബ്സ്ട്രാക്ഷൻ. സോ നമ്മൾ ഡയഗണൽ സബ്സ്ട്രാക്ഷൻസ് ആണ് ഈ സബ്സ്ട്രാക്റ്റ് ഡയഗണൽസിൽ ഏറ്റവും കൂടുതൽ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റീഡ് ഹൊറിസോണ്ടൽസ് ആണ്. എക്സ്ട്രാക്ട് റിക്വയർഡ് പ്രൊപ്പോർഷൻ ഫോർ ഹൊറിസോണ്ടൽ ലൈൻസ്. സോ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഫർദർ എക്സ്പ്ലനേഷൻസ് നമ്മുടെ റെഫറൻസ് നോട്ട് നോക്കിയാൽ മതി കേട്ടോ. അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ വാരി വലിച്ച് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഇതുവരെയും ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. സോ അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കൺസ്ട്രക്ട് മെട്രിക്സ്, സബ്സ്ട്രാക്ട് ഡയഗണൽസ് ആൻഡ് റീഡ് ഹൊറിസോണ്ടൽസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ഇനി ആപ്ലിക്കേഷൻസ് പറയാം. അതായത് നമ്മൾ സൊല്യൂഷൻസ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ഇനി പ്രൊപ്പോർഷൻസ് അറിയാൻ വേണ്ടി നമുക്ക് എത്ര സ്ട്രെങ്ത്തിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ള പ്രൊപ്പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ്സുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ മാത്തമാറ്റിക്കൽ വാലിഡേഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് വേരിയസ് സിനാരിയോ, ഒരുപാട് സിനാരിയോ വരും, അല്ലെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് വരും, അതിനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞ പോലെ ആ കാൽക്കുലേഷനാണ് പഠിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് ആ കാൽക്കുലേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആകെപ്പാടെ കണ്ട ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡൈല്യൂഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടു. അപ്പം ആ കാൽക്കുലേഷൻ മെത്തേഡ് നല്ലൊരു നോക്കുക, അതിൻ്റെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം എൻ്റെ പാർട്ട് 2 ആണ് നമുക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ്. പാർട്ട് 1 ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.